കലാപങ്ങൾ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ അതിനെ പിടിച്ചു കെട്ടാൻ കഴിയില്ല. നിർത്തണമെന്ന് കലാപം തുടങ്ങി വെച്ചവർ തന്നെ തീരുമാനിച്ചിട്ടും അതിന് സാധിക്കില്ല. കാരണം അപ്പോഴേക്കും അത് ഒരുപാട് വളർന്ന് പന്തലിച്ചു കാണും. പറഞ്ഞു വരുന്നത് UK-യിൽ ഇപ്പോൾ നടക്കുന്ന കുടിയേറ്റ കലാപവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് UK-യിൽ ഇപ്പം മൈഗ്രേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ വംശജരെയും അതുപോലെ തന്നെ നിലവിലെ സാഹചര്യവും UK-യിലെ മുസ്ലിം വിരുദ്ധതയും ഒക്കെയാണ്. ഞാൻ സ്വാതി ശ്രീ KS. Let's talk about everything. Welcome back to Talk Space. നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറ്റക്കാരുടെ ഒഴുക്ക് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പം ഒരു വീട്ടിൽ നിന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഒരാളെങ്കിലും ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചേക്കേറാതിരിക്കില്ല. അത്രമാത്രം ആളുകൾ ഇന്നത്തെ കാലത്ത് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? മെച്ചപ്പെട്ട ജീവിത രീതിക്ക് വേണ്ടി, അതുപോലെ തന്നെ സുഖത്തിന് വേണ്ടി, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഉന്നതങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി. അതിനുവേണ്ടിയാണ് ഒരുപാട് പേർ തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? UK, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളാണ്. എന്നാൽ ഇപ്പൊ ഇക്കരെ നിന്നാൽ അക്കരെ പച്ച എന്ന് പറയുന്നത് പോലെ ഇവിടുന്ന് പെട്ടിയും കിടക്കയും എടുത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന പലർക്കും അവർ സ്വപ്നം കണ്ട പോലുള്ള ഒരു ജീവിതമാകില്ല അവിടെ ലഭിക്കുക. ചിലപ്പോൾ നരക തുല്യമാകും അവിടെയുള്ള ജീവിതം. എല്ലാവരുടെയും കാര്യമല്ല ഈ പറയുന്നത്, പക്ഷേ ഇന്ന് ഒട്ടുമിക്ക ആളുകളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ചും ഈ യുവതലമുറകൾക്ക് സ്റ്റാർബക്സിന്റെ കോഫിയും മെക്ഡൊണാൾഡ്സിന്റെ ബർഗറും കയ്യിൽ പിടിച്ച് ലണ്ടൻ ബ്രിഡ്ജിൽ നിന്നും ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ, അതിനൊക്കെ വേണ്ടിയാണ് രാജ്യം വിടുന്നവരുണ്ട് കേട്ടോ. വീണ്ടും പറയുന്നു, എല്ലാവരെയും അല്ല ഈ പറയുന്നത്. അങ്ങനെയും ആഗ്രഹം മനസ്സിൽ വെച്ച് ഇല്ലാത്ത പണവും മുടക്കി, കാരണം അതുപോലെ ആ ഒരു ലക്ഷറി ലൈഫിനെ ഉദ്ദേശിച്ചിട്ടാണ് പോകുന്നത് ധാരാളമുണ്ട് ഇന്നത്തെ തലമുറയിൽ. എന്നാൽ ചെന്ന് എത്തിപ്പെടുമ്പോൾ സ്വപ്നം കണ്ട ലോകമാകില്ല അവിടെ ഉണ്ടാവുക. പാർട്ട് ടൈം ജോലികളും അതുപോലെ തന്നെ ഈ നൈറ്റ് ഷിഫ്റ്റുകളും അതിനോടൊപ്പമുള്ള പഠനവും എല്ലാം ഈ മൈഗ്രേറ്റ് ചെയ്തു പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ ശ്വാസം മുട്ടിക്കുകയും എങ്ങനെയെങ്കിലും തിരിച്ച് നാട്ടിൽ വരണം എന്ന് മാത്രമാകും ചിന്ത. അപ്പോഴേക്കും വിദേശത്ത് പോകാൻ ബാങ്കിൽ നിന്നും എടുക്കാൻ പൊങ്ങാത്ത ലോണിന്റെ കാര്യങ്ങളെല്ലാം ഓർക്കുമ്പോൾ നാട്ടിൽ കാലുകുത്താൻ പറ്റാത്തൊരവസ്ഥയും ഇതാണ് സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും മൈഗ്രേഷന് യാതൊരു തരത്തിലുള്ള കുറവുമില്ല, അവിടെ കിടന്ന് മരിച്ചാലും ഇന്ത്യയിൽ നിൽക്കില്ല എന്ന് പറഞ്ഞു പോകുന്നവരുണ്ട് ഭൂരിഭാഗവും. കാരണം കുറച്ച് കഷ്ടപ്പെട്ടാലും പിന്നീട് ഉണ്ടാകുന്ന അവിടുത്തെ സുഖ സൗകര്യങ്ങളും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും എല്ലാം ഓർക്കുമ്പോൾ അതൊരു പ്രധാന കാരണം തന്നെയാണ്. ഇതൊക്കെ കൊണ്ടാണ് ആളുകൾ ഇവിടെ നിന്ന് കുടിയേറുന്നത്. ഈ അടുത്ത് കണ്ട ഒരു വീഡിയോയിൽ ഒരു യൂട്യൂബർ പറഞ്ഞതുപോലെ ഒരു മിനി ഇന്ത്യ ആയി കൊണ്ടിരിക്കുകയാണ് UK പോലുള്ള രാജ്യങ്ങൾ. കാരണം UK-യിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യക്കാരെ തട്ടിമുട്ടി നടക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയാം. പണ്ട് നമ്മൾ ബംഗാളികളെയൊക്കെ കളിയാക്കുമായിരുന്നു. ഈ കേരളത്തിൽ ഒരു കല്ലെടുത്ത് താഴോട്ടിട്ടാൽ അത് വന്ന് വീഴുന്നത് ഒരു ബംഗാളിയുടെ തലയിലേക്ക് ആയിരിക്കുമെന്ന്. അതൊക്കെ വളരെ തമാശയായിട്ട് പറയുന്ന കാര്യങ്ങളായിരുന്നു കേട്ടോ. അതുപോലെ തന്നെയാണ് UK-യിലെ സ്ഥിതി. അതുകൊണ്ട് പഴയ UK അല്ല ഇപ്പോൾ അത്. അതുപോലെ വൃത്തിഹീനമായിട്ടുള്ള പരിസരങ്ങൾ അവിടെ കാണാൻ കഴിയുക. ഇന്ത്യൻസ് മാത്രം താമസിക്കുന്ന ഏരിയസ് ഉണ്ട് അവിടെ UK-യിൽ. അവിടെ ചെന്നാൽ നമുക്ക് ഡൽഹിയിലും അതുപോലെ തന്നെ ഈ മുംബൈ, പഞ്ചാബിലൊക്കെ ചെന്നതുപോലെ ഇരിക്കും. ഇന്ത്യൻ മാർക്കറ്റ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ അവിടെയുള്ള ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടപ്പെടില്ല. അവർക്ക് പുച്ഛമാണ്. പണ്ട് ഇന്ത്യയിൽ വന്ന് നീയൊക്കെ കുളം തോണ്ടിയതല്ലേ എന്ന ഭാവത്തിനാണ് പല ഇന്ത്യൻസും UK പോലുള്ള രാജ്യങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ബ്രിട്ടീഷുകാർക്ക് ഈ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നവരെ വലിയ താല്പര്യമില്ല. നമ്മുടെ ഇന്ത്യ മാത്രമല്ല, മറ്റുള്ള രാജ്യങ്ങളിലും ഇതുപോലൊക്കെ തന്നെയാണ്. പോരാത്തതിന് വൈറ്റ്സിന് ബ്രൗണിഷ് കളേഴ്സ് പുച്ഛമാണ്. അവിടെയാണ് ഇപ്പോൾ ആന്റി മൈഗ്രേറ്റ് പ്രൊട്ടസ്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. എന്താണ് ഇപ്പോൾ UK-യിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ബംഗ്ലാദേശിൽ നടന്നതുപോലെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള പോലീസുകാർക്ക് നേരെ വരെ ആക്രമണം നടക്കുന്നുണ്ട്. ഈ കെട്ടിടങ്ങളും വാഹനങ്ങളും കത്തിക്കുന്നു. അങ്ങനെ വലിയ രീതിയിൽ ആക്രമണം നടക്കുന്നുണ്ട്. ഇത്രയും പ്രക്ഷോഭം അവിടെ നടക്കാനുള്ള ഒരു പ്രധാന കാരണം അവിടെ നടന്നിട്ടുള്ള ഒരു വ്യാജ പ്രചരണത്തിന്റെ പേരിൽ തന്നെയാണ്. അതായത് UK-യിൽ 3 പിഞ്ചു കുഞ്ഞുങ്ങൾ ഒരു 17 വയസ്സുകാരന്റെ കത്തിക്കിരയായിട്ടുണ്ട്. എന്നാൽ കൊലയാളിയുടെ പ്രായത്തെ മാനിച്ചുകൊണ്ട് തന്നെ UK പോലീസ് എന്ത് ചെയ്തു? 17 വയസ്സുകാരന്റെ വിവരങ്ങളൊന്നും പുറത്തു വിടുന്നില്ല. അതായത് അയാളുടെ പേരോ അഡ്രസ്സോ ഒന്നും പുറത്തു വിടുന്നില്ല. എന്നാൽ സോഷ്യൽ മീഡിയ വഴി ആരോ ഒരാൾ അത് കുടിയേറ്റക്കാരനായ ഒരു മുസ്ലിമാണ് കൊല നടത്തിയത് എന്നുള്ള വ്യാജ പ്രചരണം നടത്തി.
ഇത് അവിടെയുള്ള UK പൗരന്മാർക്ക് വലിയ രീതിയിൽ ദേഷ്യമുണ്ടാക്കുകയായിരുന്നു ഉണ്ടായത്. പിന്നീട് അത് ആക്രമണങ്ങളിലേക്ക് വഴിതെളിക്കുകയും ചെയ്തു. ഇപ്പം ഈ എമിഗ്രേറ്റ് ചെയ്ത് UK താമസിക്കുന്നവർ ആ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നു എന്നുള്ള ഒരു തോന്നൽ ഒന്നാമത്തെ അവിടെ നിലനിൽക്കുന്ന ഒന്നാണ്. അതിന്റെ കൂടെയാണ് ഇപ്പൊ ഈ ഒരു പ്രശ്നവും കൂടി വരുന്നത്. എന്നാൽ സത്യത്തിൽ അവിടെയുള്ള ഒരു പൗരൻ തന്നെയാണ് ഇപ്പൊ ഈ ഒരു ക്രൂരകൃത്യം നടത്തിയത്. അലക്സ് റുഡാക്യുബാനോ എന്ന 17 വയസ്സുള്ള ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അവിടെ കൊല നടത്തിയത്. പ്രായം 17 അതുപോലെ തന്നെ ഓട്ടിസ്റ്റിക്കും ആയതിനാൽ തന്നെ ഈ പോലീസ് വിവരങ്ങളൊന്നും പുറത്തുവിടാതിരുന്നത്. കൂടാതെ നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നിലനിൽക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും ഇപ്പം അമേരിക്കയിലുള്ള തോക്ക് സംസ്കാരം പോലെയാണ് UK തോക്ക് സംസ്കാരമില്ല. തോക്കിന് കർശന നിയന്ത്രണമുള്ള ഒരു രാജ്യമാണ് ഈ UK. അതിനാൽ തന്നെ ആക്രമണം നടത്തുക കൂടുതലായിട്ടും ഈ കത്തി ഉപയോഗിച്ചൊക്കെയാണ്. കത്തി ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളാണ് UK ധാരാളമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വ്യാജ വാർത്തയുടെ പേരിലാണ് ഇപ്പോൾ അവിടെ പ്രശ്നങ്ങൾ നടന്നു വരുന്നത്. എന്നാൽ പ്രശ്നം അവസാനിപ്പിക്കാൻ പോലീസ് കൊലയാളിയുടെ പേരും മറ്റു വിവരങ്ങളെല്ലാം പുറത്തുവിട്ടിരുന്നു. എന്നിട്ടും അവിടെ പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ല. പകരം എന്താണ്, കൂടുകയാണ് ചെയ്യുന്നത്. കാരണം അപ്പോഴേക്കും ഈ പറയുന്ന ഈ ഒരു കലാപം അത് വലിയ രീതിയിൽ വളർന്നു വന്നിച്ചു, വലിയ രീതിയിൽ വ്യാപിച്ചു കഴിഞ്ഞു. പിടിച്ചു നിർത്താൻ കഴിയാത്ത പോലെ പ്രശ്നങ്ങൾ വ്യാപിച്ചു. തുടർന്ന് പോലീസുകാരെ വരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് ഉയർന്നു. നമുക്കറിയാം ബ്രിട്ടൻ എന്ന രാജ്യം സമാധാനപരമായ ഒരു രാജ്യമായിരുന്നു പണ്ട്. വലിയ രീതിയിൽ ആക്രമണങ്ങളൊന്നും അവിടെ ഉണ്ടാവാറില്ല. കാരണം ഈ മോഷണങ്ങളുടെ ഭാഗമായിട്ട് മാത്രമൊക്കെ ആക്രമണങ്ങൾ അവിടെ നടന്നുകൊണ്ടിരുന്നുള്ളൂ. അമേരിക്കയെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ബ്രിട്ടൻ താമസിക്കുന്ന ഏറ്റവും നല്ലൊരു പ്രദേശം തന്നെയായിരുന്നു ഈ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ. എന്നാൽ അമിതമായിട്ടുള്ള ഈ കുടിയേറ്റ ഒഴുക്ക് അവിടെയുള്ള സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കുകയും അവിടെയുള്ള വൈറ്റ്സിന് കുടിയേറ്റക്കാരോട് വിദ്വേഷം ഉണ്ടാക്കുകയും ചെയ്തു. മുസ്ലിം വിദ്വേഷം അവിടെ കൂടുതൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കലാശിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോ ഇന്ത്യയെ സംബന്ധിച്ച് ധാരാളം വിദ്യാർത്ഥികളും അല്ലെങ്കിൽ ഇന്ത്യൻ വംശജരും കൂടുതലുള്ള ഒരു സ്ഥലമാണ് UK, പ്രത്യേകിച്ചും മലയാളികൾ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം ഇന്ത്യൻ ഗവൺമെന്റ് ഭാഗത്തു നിന്ന് നൽകിയിട്ടുണ്ട്. ഇപ്പോ അവിടെ നടക്കുന്നത് മുസ്ലിംസിനെ കേന്ദ്രീകരിച്ചാണ്. അതായത് മുസ്ലിം പള്ളികൾ ആക്രമിക്കുക, മുസ്ലിം വീടുകൾ ആക്രമിക്കുക. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലാണ് ഇന്ത്യക്കാരെല്ലാം. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉള്ളവരുടെ ആക്രമണം ഒരു ഭ്രാന്തമായ രീതിയിലാണ്. ആക്രമണം തുടങ്ങിയാൽ അവസാനിപ്പിക്കില്ല അവര്. ഇതിപ്പം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ കൊലയാളി ശരിക്കും പറഞ്ഞാൽ ഒരു ആഫ്രിക്കൻ വംശജനാണ്. അതായത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പണ്ട് ആഫ്രിക്കയിൽ നിന്നും UK കുടിയേറിയതാണ്. പക്ഷേ ഈ അലക്സ് എന്ന് പറയുന്ന ഈ 17 വയസ്സുകാരൻ UK സിറ്റിസൺ ആണ്. അദ്ദേഹം അവിടെയാണ് UK ജനിച്ചത്. ഇയാൾ ഒരു ക്രിസ്ത്യൻ ഫാമിലി ജനിച്ച വ്യക്തി കൂടിയാണ്. അയാളെയാണ് ഇപ്പൊ മുസ്ലിം ആണെന്ന് വ്യാജ പ്രചരണം നടത്തി ആക്രമണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ അധികാരികൾക്ക് പോലും തടയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. നമ്മുടെ ഒരുപാട് സഹോദരന്മാരും സഹോദരിമാരും സുഹൃത്തുക്കളും എല്ലാം UK അതുകൊണ്ട് തന്നെ വലിയ ഭയവും ആശങ്കയിലും ഒക്കെയാണ് നിലനിൽക്കുന്നത്. എന്തായാലും അവിടെയുള്ള പ്രശ്നങ്ങൾ എത്രയും വേഗം അവസാനിക്കട്ടെ അല്ലെ. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.